വനത്തിലെ എല്ലാ പക്ഷികളും മൃഗങ്ങളും അവരവരുടെ ജോലികളിൽ വളരെയധികം കഠിനാധ്വാനം ചെയ്യുകയായിരുന്നു. പക്ഷെ ചോട്ടുമാൻ എപ്പോഴത്തെയും പോലെ കറങ്ങാൻ പോകുന്നതിനുള്ള അന്വേഷണത്തിലായിരുന്നു. അവൻ മരകഷ്ണങ്ങൾ ചുമന്നുകൊണ്ടു പോകുന്ന രാമു ആനയെ കണ്ടു. അല്ല രാമു ആനെ, നീ എന്തിനാണ് ആനയായിട്ട് കഴുതയുടെ ജോലി ചെയ്യുന്നത്? ചുമലിൽ തടികളും വെച്ചുകൊണ്ട് നീ എങ്ങോട്ടാ പോകുന്നത്? അല്ല ചോട്ടു, ഈ മഴക്കാലം വരുന്ന കാര്യം നീ അറിഞ്ഞിരുന്നില്ലേ? അടുത്തെത്തിയാൽ എന്താ, മഴ പെയ്താൽ കുളിക്കും. നിനക്ക് ഇക്കാര്യം ഓർമ്മയില്ലേ? ഇന്നല്ലേ നമ്മൾ ഗ്രീൻലാൻഡ് വനത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞിരുന്നത്. ഇത് കുളിക്കുന്നതിനെ കുറിച്ചല്ല, മഴ മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങളിൽ നിന്ന് എന്നെ സംരക്ഷിക്കാൻ വേണ്ടി എനിക്ക് ശക്തമായ ഒരു വീട് വേണം. അതുകൊണ്ടാണ് ഞാൻ തടികൾ ശേഖരിക്കുന്നത്. അതുപയോഗിച്ച് മഴക്കാലം വരുന്നതിന് മുൻപ് എനിക്ക് നല്ല ബലമുള്ള വീട് പണിയുവാൻ കഴിയും. എന്ത് അസംബന്ധമാണ് നീ പറയുന്നത്? 2 മാസത്തിന് ശേഷം വരാൻ പോകുന്ന മഴയെക്കുറിച്ച് ഇപ്പോഴേ ഇത്ര ആശങ്ക. എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാണാം. ഇങ്ങനെ പേടിയില്ലാതെ നിനക്ക് മാത്രമേ ഇരിക്കുവാൻ കഴിയൂ. ആ ദിവസങ്ങളിലെ ബുദ്ധിമുട്ടുകൾ നേരിടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കറങ്ങാൻ പിന്നീടായാലും പോകാം. ഇപ്പോൾ താമസിക്കുന്നതിനെ കുറിച്ചും ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ചും ചിന്തിക്ക്. ഇതും പറഞ്ഞ് രാമു ആന അവിടെ നിന്നും മുന്നോട്ടേക്ക് പോയി. വിട്ടുകള, മിങ്കുമുയലിന്റെ അടുത്തേക്ക് പോകാം. ചോട്ടുമാൻ മിങ്കുമുയലിന്റെ വീട്ടിലേക്ക് പോയി. പക്ഷെ മിങ്കുമുയലിനെ അവൻ വഴിയിൽ വെച്ച് തന്നെ കണ്ടു. മിങ്കുമുയൽ കയ്യിൽ ധാരാളം ക്യാരറ്റുകളുമായി തന്റെ വീട്ടിലേക്ക് പോകുകയായിരുന്നു. അല്ല മിങ്കു, എന്തുപറ്റി? ഇന്ന് രാവിലെ തന്നെ വിശക്കാൻ തുടങ്ങിയോ? ഇന്ന് നമുക്ക് ഡ്രീംലാൻഡ് വനത്തിൽ കറങ്ങാൻ പോകണമെന്ന് നിനക്കറിയില്ലേ? ഇല്ല സഹോദര, വിശക്കുന്നില്ല. ഈ ഭക്ഷണം ഞാൻ സൂക്ഷിച്ചു വയ്ക്കുവാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. സൂക്ഷിച്ചു വയ്ക്കാനോ? പക്ഷെ എവിടെ? അല്ല, മഴക്കാലം വരാൻ പോകുന്നു. വെള്ളം നിറയുമ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് നേരത്തെ ആഹാരം സൂക്ഷിച്ചു വയ്ക്കുകയാണ്, മഴക്കാലത്ത് എനിക്ക് പട്ടിണി കിടക്കേണ്ടി വരാതിരിക്കാൻ. എല്ലാവർക്കും ഇത് എന്തു പറ്റി? മഴയെക്കുറിച്ച് എല്ലാവരും ആശങ്കാകുലരാണല്ലോ. അവൻ കുലുങ്ങി കുലുങ്ങി മുന്നോട്ടേക്ക് നീങ്ങി. ഏത് മൃഗത്തിന്റെ അടുത്ത് പോയാലും അവരെല്ലാം മഴക്കാലത്തിനായി തയ്യാറെടുക്കുന്നതാണ് അവൻ കണ്ടത്. ഒടുവിൽ ക്ഷീണിതനായി അവൻ തന്റെ ഗുഹയിലേക്ക് മടങ്ങി. വിടു, ഇന്ന് കറങ്ങാൻ എനിക്ക് വിധിക്കപ്പെട്ടിട്ടില്ലെന്ന് തോന്നുന്നു. സാരമില്ല, കറങ്ങാൻ നാളെ പോകാം. ഇപ്പോ സുഖമായി കിടന്നുറങ്ങാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ സ്വസ്ഥമായി കിടന്നുറങ്ങി. അടുത്ത ദിവസം അവൻ ഉണർന്ന് വീണ്ടും ആനയുടെ അടുത്തേക്ക് പോയി. അല്ല ആനേ, നീ ഇന്നെവിടെ പോവുകയാണ്? ഞാൻ ഇന്നും തടികൾ ശേഖരിക്കാൻ തന്നെ പോവുകയാണ്. എനിക്കിപ്പോൾ ഒരുപാട് തടികൾ ശേഖരിക്കേണ്ടതുണ്ട്. ഇത് കേട്ട് മാനൊന്ന് ചിന്തിച്ചു. ഒരുപക്ഷെ ഞാൻ ഇവനെ തടികൾ ശേഖരിക്കുവാൻ സഹായിച്ചാൽ ചിലപ്പോൾ ഇവൻ ഗ്രീൻലാൻഡ് വനത്തിൽ കറങ്ങാൻ വരാൻ സമ്മതിച്ചാലോ? അല്ല, ഈ നല്ല കാര്യത്തിന് എനിക്ക് നിങ്ങളെ സഹായിക്കാനാകുമോ? അരേ വാ, നീ എന്റെ വീടിന് വേണ്ടി തടികൾ ശേഖരിക്കുവാൻ എന്നെ സഹായിക്കുമെന്നാണോ? അതെ, ഞാൻ റെഡിയാണ്. മാൻ ആനയോടൊപ്പം പോയി. കുറച്ചു സമയത്തിനു ശേഷം രണ്ടുപേരും തിരിച്ചു വരുന്നത് കണ്ടു. ആനയുടെ പുറകിൽ ഒരുപാട് തടി ഉണ്ടായിരുന്നു. നമ്മുടെ ചോട്ടുമാനിന്റെ അരയിൽ ഒരു കെട്ടുണ്ടായിരുന്നു. വൗ, ചോട്ടുമാൻ, നീ വളരെ കഠിനാധ്വാനിയാണ്. തടിക്ക് നല്ല ഭാരമുണ്ടെങ്കിലും അത് നിന്നെ ഒട്ടും ബുദ്ധിമുട്ടിക്കുന്നില്ല. എന്ത് പറയാൻ, ഞാൻ വളരെ ധൈര്യശാലിയാണ്. മണിക്കൂറുകൾ എനിക്ക് പ്രശ്നമല്ല. പക്ഷേ എന്റെ പുറം പൊട്ടുന്നു. രണ്ടുപേരും ആനയുടെ വീട്ടിൽ എത്തിച്ചേർന്നു. ആന മാനിന്റെ പുറകിൽ നിന്ന് വിറകകെട്ടെടുത്ത് തന്റെ കെട്ടിൽ വച്ചു. വളരെ വളരെ നന്ദി എന്റെ പ്രിയ സുഹൃത്തേ. ഇതെന്റെ കടമയായിരുന്നു. കൂടുതൽ വിറക് കൊണ്ടുവരുവാൻ നിങ്ങളോടൊപ്പം വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ മുയൽ എന്നെ എന്തോ പ്രധാനപ്പെട്ട ജോലിക്കായി വിളിപ്പിച്ചിരിക്കുന്നു. ഞാൻ അവിടേക്കൊന്ന് പൊയ്ക്കോട്ടെ? ഓക്കെ ഓക്കെ, എന്തുകൊണ്ട് പാടില്ല സുഹൃത്തേ, തീർച്ചയായും നീ പോകൂ. ഞാൻ പോകുന്നു. മാൻ അവിടെ നിന്നും ഓടിപ്പോയി. ദൈവമേ, ഞാൻ മരിക്കാൻ പോവുകയാണോ? അവനെ സഹായിക്കാൻ ഞാൻ തയ്യാറാണ്. അവൻ എന്നെ ഒരിക്കൽ കൂടി കൊണ്ടുപോയിരുന്നുവെങ്കിൽ ഞാൻ മരിച്ചുപോയേനെ. മാൻ മുയിലിന്റെ അടുത്തെത്തിയപ്പോൾ അവനും എവിടേക്കോ പോവുകയായിരുന്നു.
മിക്കുമുയലേ, നിനക്ക് സുഖമാണോ? നോക്കൂ മോനെ, എനിക്ക് കറങ്ങാൻ പോകാൻ സമയമില്ല. ആദ്യം എനിക്ക് എന്റെ ഭക്ഷണത്തിനായി ക്യാരറ്റ് ശേഖരിക്കണം. അല്ല കൂട്ടുകാരാ, ഞാൻ നിന്നെ സഹായിക്കാൻ വേണ്ടി വന്നതാ. വരൂ, ഞാനും നിന്നോടൊപ്പം ക്യാരറ്റുകൾ ശേഖരിക്കാൻ വരാം. ഇത് കേട്ട് മുയലിന് സന്തോഷമായി. രണ്ടുപേരും ക്യാരറ്റ് വയലുകളിൽ എത്തിച്ചേർന്നു. അവിടെ എത്തിയിട്ട് മുയൽ പറഞ്ഞു, ചോട്ടുമാനെ, നീ അവിടെയുള്ള ക്യാരറ്റുകൾ പറിക്ക്, ഞാൻ ഇവിടെയുള്ള ക്യാരറ്റുകൾ പറിക്കാം. ശരി. രണ്ടുപേരും ക്യാരറ്റുകൾ പറിച്ചു. മുയൽ കുറച്ചു ക്യാരറ്റുകൾ മാനിന്റെ മുതുകിൽ വെച്ച് കെട്ടി. തന്റെ കയ്യിലും കുറച്ചു ക്യാരറ്റുകൾ നിറച്ചു. നിൽക്കിരടാ അവിടെ, നിങ്ങളെ ഞാൻ ഇപ്പോ ശരിയാക്കി തരാം. ഒരു കൃഷിക്കാരൻ വന്നു മാനിനെ വടികൊണ്ട് അടിച്ചു. അയ്യോ, ഞാൻ തീർന്നു. മാനും മുയലും അവിടെ നിന്ന് ഓടി മുയലിന്റെ മാളത്തിനടുത്തേക്ക് വന്ന് നിന്നു. നന്ദി മാനെ, നീ ഇന്ന് കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ എനിക്ക് ഒരു ക്യാരറ്റ് പോലും കൊണ്ടുവരുവാൻ കഴിയുമായിരുന്നില്ല. അത് സാരമില്ല, ഇതെന്റെ കടമയല്ലേ. മാനെ, നീ നിന്നെക്കുറിച്ചും ചിന്തിക്കണം. നിന്റെ വീട് നല്ലതാണല്ലോ അല്ലേ? മഴ സമയത്ത് നിനക്ക് അതൊരു പ്രശ്നമാകില്ലല്ലോ. നീ നിനക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണത്തിനുള്ള ഏർപ്പാട് ഇപ്പോൾ തന്നെ ചെയ്യണം. മഴ സമയത്ത് നിനക്ക് ഭക്ഷണം എവിടെന്നാ കിട്ടുക? എന്റെ ഗുഹ വളരെ ഉയരത്തിലാ നിർമ്മിച്ചിരിക്കുന്നത്. മഴവെള്ളം അവിടെ വരെ എത്തില്ല. ഭക്ഷണത്തിന്റെ കാര്യം ഞാൻ ആ സമയത്ത് നോക്കിക്കൊള്ളാം. ഇപ്പോഴേ ടെൻഷൻ അടിച്ച് എന്റെ മനസമാധാനം നശിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനിപ്പോ ഇവിടെ നിന്ന് പോകാം, അല്ലെങ്കിൽ അവൻ എന്നെ വീണ്ടും തല്ലുമേടിക്കാൻ കൊണ്ടുപോകും. മാൻ ഇതുപോലെ ഒരു പേടിയും കൂടാതെ ഇരുന്നു. പിന്നീട് 2 മാസങ്ങൾക്ക് ശേഷം മഴ ആരംഭിച്ചു. കാട്ടിൽ പല സ്ഥലങ്ങളിലും വെള്ളം നിറഞ്ഞു. നിരവധി മരങ്ങൾ നശിച്ചു. വയലുകളിലും വെള്ളം നിറഞ്ഞു. പക്ഷേ മാൻ തന്റെ ഗുഹയിലിരുന്ന് പുഞ്ചിരിക്കുകയായിരുന്നു. എല്ലാവരും പ്രശ്നത്തിലാ, പക്ഷേ എനിക്കൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല. എന്തെന്നാൽ എന്റെ ഗുഹ ഏറ്റവും ഉയരത്തിലാ ഉണ്ടാക്കിയിരിക്കുന്നത്. കാടിന്റെ പകുതി ഭാഗം വെള്ളത്തിൽ മുങ്ങിയാലും എന്റെ ഗുഹയിൽ വെള്ളമെത്തില്ല. അപ്പോഴാണ് പുറകിൽ നിന്ന് എന്തോ ശബ്ദം അവൻ കേട്ടത്. അല്ല, ഇതെന്ത് ശബ്ദമാണ്? അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ പുറകിൽ നിന്ന് വെള്ളം തിരമാല പോലെ തന്റെ നേരെ വരുന്നത് കണ്ടു. അയ്യോ, ഇതെന്താ? എന്റെ ഗുഹയിൽ വെള്ളം കയറില്ലല്ലോ. പിന്നെ എങ്ങനെയാ ഈ വെള്ളം ഉള്ളിൽ നിന്ന് വരുന്നത്? അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗുഹയ്ക്കുള്ളിലേക്ക് ഒരു വലിയ വെള്ളപ്രവാഹം വരുന്നതായി കണ്ടു. ദൈവമേ, ഓടിക്കോ! സ്വയം രക്ഷിക്കാൻ വേണ്ടി അവൻ ഗുഹയിൽ നിന്ന് പുറത്തേക്ക് ഓടി. ആ ഒഴുക്ക് ഒരു വെള്ളപ്പൊക്കം പോലെ ഗുഹയിൽ നിന്ന് പുറത്തേക്ക് വന്നു. അത് ഇനി അവന്റെ ഗുഹയാണെന്ന് തോന്നുന്നില്ല, മറിച്ച് ഒരു വെള്ളച്ചാട്ടമായി മാറിയിരിക്കുന്നു. അതിന്റെ ഉള്ളിൽ നിന്ന് വെള്ളം ഒഴുകുന്നു. ഇതെന്താണ് സംഭവിക്കുന്നത്? എങ്ങനെയാണ് ഗുഹയുടെ ഉള്ളിൽ നിന്നും വെള്ളം പുറത്തേക്ക് വരുന്നത്? അവൻ ചിന്തകളിൽ മുഴുകി. അവൻ അവിടെ നിന്ന് മുന്നോട്ട് നടന്നു. തണുത്ത മഴവെള്ളവും കാറ്റും അവന്റെ ആരോഗ്യം വഷളാക്കുന്നതിൽ വിജയിച്ചു. അവൻ നിരവധി മൃഗങ്ങളെയും പക്ഷികളെയും കണ്ടു. അവരെല്ലാം അവരവരുടെ വീടുകളിൽ സുരക്ഷിതരായി ഇരിക്കുന്നു. കാരണം അവരെല്ലാം മഴയെ നേരിടാൻ വേണ്ടി നേരത്തെ തന്നെ തയ്യാറെടുപ്പുകൾ നടത്തി. എനിക്ക് താമസിക്കാൻ വേണ്ടി ഒരു സ്ഥലം കണ്ടെത്തണം, അല്ലെങ്കിൽ എന്റെ അവസ്ഥ എന്താകും? അവൻ നിരവധി മൃഗങ്ങളുടെ അടുത്ത് സഹായത്തിനു വേണ്ടി ചെന്നു. പക്ഷെ ആരും തന്നെ അവനെ സഹായിച്ചില്ല. അങ്ങനെ അവൻ മുയലിന്റെ അടുത്തേക്ക് എത്തിച്ചേർന്നു. അല്ല മാനെ, നീയോ? ഈ മഴ സമയത്ത് നീ എവിടെയാ കറങ്ങുന്നത്? എന്തായാലും എനിക്ക് അവസാനം വിഷമിക്കേണ്ടി വന്നു. മഴ വരാൻ പോവുകയാണ്. ഞാൻ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിരിക്കണമെന്ന് എല്ലാ മൃഗങ്ങളും എന്നോട് പറഞ്ഞു മനസ്സിലാക്കിയിരുന്നു. എന്നാൽ ഞാൻ അത് അംഗീകരിച്ചില്ല. ഇന്ന് നോക്കൂ, എന്റെ ഗുഹയിലും വെള്ളം കയറി. എന്റെ കയ്യിൽ കഴിക്കാനും ഒന്നും തന്നെയില്ല. രാവിലെ മുതൽ ദാഹിച്ച് വിശന്ന് നടക്കുകയാണ്. അല്ലയോ കൂട്ടുകാരാ മാനെ, നീ എന്തിനാണ് ആഹാരത്തിനെ കുറിച്ച് ചിന്തിച്ച് വിഷമിക്കുന്നത്? ഞാൻ ആഹാരം ശേഖരിച്ചു കൊണ്ടിരുന്നപ്പോൾ നീയല്ലേ എന്നെ ആഹാരം ശേഖരിക്കുവാൻ സഹായിച്ചത്? ഞാൻ എങ്ങനെയാണ് നിന്നെ വിശന്നിരിക്കുവാൻ അനുവദിക്കുന്നത്? അങ്ങനെ പറഞ്ഞ് മുയൽ മാനിന്റെ മുൻപിൽ ക്യാരറ്റുകൾ കൊണ്ട് വെച്ചു. മാനിന് വളരെ ഇഷ്ടപ്പെട്ടു. അവൻ മുയലിന് നന്ദി പറഞ്ഞു. കുറച്ച് ക്യാരറ്റുകൾ കഴിച്ച് തന്റെ വിശപ്പ് അകറ്റുകയും ചെയ്തു. അതുപോട്ടെ, എവിടെ നിന്നാ നിന്റെ ഗുഹയിൽ വെള്ളം വന്നത്? ഇപ്പോ എനിക്ക് മനസ്സിലായി.
യഥാർത്ഥത്തിൽ എന്റെ ഗുഹ വളരെ ഉയരത്തിലാണ്. പക്ഷെ അതിന്റെ മറ്റേ വായ പിന്നിലേക്ക് ഒഴുകുന്ന നദിയിലേക്കാ തുറക്കുന്നത്. മഴ കാരണം ജലനിരപ്പ് ഉയർന്നിട്ടുണ്ടാകണം. ആ വഴിയിലൂടെ ഗുഹയ്ക്കുള്ളിൽ വെള്ളമെത്തിയിരിക്കണം. ഞാൻ ആ വായ കൃത്യസമയത്ത് അടച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു. അപ്പോൾ അവിടേക്ക് രാമു ആന വന്നു. സാരമില്ല ചോട്ടുമാനെ, ഇപ്പോൾ നിനക്ക് നിന്റെ തെറ്റ് മനസ്സിലായല്ലോ. നിനക്ക് എന്റെ വീട്ടിൽ താമസിക്കാം. എന്താ പറഞ്ഞത്? നിന്റെ വീട്ടിലോ? അതെ, എന്റെ വീട് നിർമ്മിക്കുന്നതിന് നീ എന്നെ ഒരുപാട് സഹായിച്ചു. അതുകൊണ്ട് നിന്നെ എന്റെ വീട്ടിൽ താമസിപ്പിക്കുന്നത് തടയുവാൻ എനിക്ക് കഴിയില്ല. വരൂ, എന്നോടൊപ്പം വരൂ. ഇത് കേട്ട് മാനിന്റെ കണ്ണുകളിൽ നിന്നും സന്തോഷത്തിന്റെ കണ്ണുനീർ വന്നു. പിന്നെ അവൻ ആനയോടൊപ്പം ആനയുടെ വീട്ടിൽ താമസിക്കാൻ പോയി. ആന തടികൾ കൊണ്ട് ബലമേറിയ ഒരു വീട് തയ്യാറാക്കിയിരുന്നു. അതിനുള്ളിൽ അവർ രണ്ടുപേരും സുഖമായി ജീവിക്കാൻ തുടങ്ങി. മാൻ ഒരു പാഠം പഠിച്ചു. അവൻ ഒരു പ്രതിജ്ഞ എടുത്തു. എന്തെന്നാൽ അടുത്ത തവണ മുതൽ വാസസ്ഥലവും ഭക്ഷണവും മഴക്കാലത്തിന് മുൻപ് തന്നെ തയ്യാറാക്കി വെക്കുമെന്ന്. അതുപോലെ അവൻ മടിയും ഉപേക്ഷിച്ചു.